വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരും കാണണം. ലൈക്ക് ബട്ടണിൽ പിടിച്ച് നിൽക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ നിൽക്കിയിട്ട് ഓളിൽ പിടിച്ച് നിൽക്കാം. ഇനി നമ്മൾ ഫ്രീ ഫയർ എങ്ങനെയാണ് കളിക്കുന്നത് കാണാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ള ക്യാരക്ടറുകൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഡ്രസ്സൊന്നും മാറാം. ഇനി എൻ്റെ കയ്യിലുള്ള ക്യാരക്ടർ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഹയാട്ടോനെ ക്ലാസിക് കടാരിനെ എടുക്കും. നമ്മളിപ്പോൾ ലോറേനെ എടുക്കുകയാണ്. ലോറേനെ എടുത്ത് ഇനി നമുക്ക് വാലിസ് എന്നോട് പോകാം. വാലിസിൽ പോയി ഡ്രസ്സൊന്ന് മാറാം. ഇനി നമുക്ക് കളി തുടങ്ങാം. നമ്മൾ ഇന്ന് തന്നെ കളിക്കാൻ പോകുന്നു. നമുക്ക് ക്യാരക്ടേഴ്സുകളിൽ നിന്ന് പരിചയപ്പെടാം. ഇത് DJ ലോക്ക്, ക്ലാ, ഇത് ഹയാട്ടോ. ഇനി നമുക്കൊന്ന് റെഡ് കളർ മാറിയിട്ട് നമുക്ക് തുടങ്ങാം. ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഓടുന്ന സ്പീഡിൽ ഓടാൻ വേണ്ടി ചാടി ചാടി ഓടണം. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓടി ചാടി, ഓടി ഓടി ചാടി, ചാടി ചാടി. അപ്പം നമ്മുടെ ഇങ്ങനെ സ്പീഡ് കൂടും. അപ്പം ഞാൻ നോക്കാം. ഇവർ ഭയങ്കര ശക്തിശാലിയാണ്. ഇവിടെ ശക്തിശാലി അടുത്ത കളി നമ്മൾ ജയിക്കും. കാണണോ? ഞാൻ ടീം മാറ്റിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ മറ്റു ടീമിലോട്ട് മാറിയിട്ടില്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്. എല്ലാവരും വിചാരിച്ച് ഇത് ഇങ്ങനെ ചെയ്തിട്ടോ. ഞാനിത് എൻ്റെ ടീമിൻ്റെ ചിഹ്നം മാറ്റിയതാണ്. നിങ്ങളാരും വിഷമില്ല. ഇതൊക്കെ ഞാൻ അടുത്ത കളി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ടീമുകൾ നമുക്ക് ഇവരുടെ ഫ്രണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ
ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതിലത്ത് പിടിച്ച് നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ ഇവരിനെ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടാക്കാം. ഞാൻ തുടങ്ങിയപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഇതെങ്ങനെയാണ് ഫ്രണ്ടൊക്കെ ആക്കണേന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. അതിൻ്റെ എത്രയാണത്? നല്ല പ്ലെയർക്ക് മാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഉണ്ടോ അവിടെ ഒരു നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ ടീമിൻ്റെ ചിഹ്നം മാറ്റി ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ ഉണ്ടോ? നമ്മുടെ ഇപ്പം നേരത്തെ നമ്പർ 1 ക്യാരക്ടറായിരുന്നു DJയിലേക്ക്. അതേപോലെ ഇപ്പം നമ്മുടെ വലിയ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാരക്ടറാണ് ഡോഡ്രിൻ ഹയാട്ടോ. എൻ്റെ കയ്യിൽ ഹയാട്ടോ ഉണ്ട്, പക്ഷേ എനിക്ക് അതിന് ലെവലപ്പ് ചെയ്തിട്ടില്ല. ലെവലപ്പ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഡോഡ്രിൻ ഹയാട്ടോവിന് കിട്ടാൻ സാധ്യത കൂടുതൽ. ഈ പുള്ളിയുടെ ഒപ്പം നിന്നാൽ നിങ്ങൾ കമൻസ് ഇടാൻ മറക്കരുത് കേട്ടോ. പുറകിൽ ആളേക്കണ കണ്ടില്ല. നമ്മൾ തോക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ SKS സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഗ്രൂവാള്, സ്മോക്ക് ബോംബ് ഓർന്ന് മഷ്റൂമും കൂടി സെലക്ട് ചെയ്യും. അല്ലാണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടമുള്ള തോക്കുകൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റോ പറഞ്ഞ് സെലക്ട് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ തോക്കുകയെന്ന് വരാട്ടോ. അത് കാരണമായിട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു കേൾക്കൊന്നും വേണ്ട. ഒന്നിനെ കൊണ്ട്
കണ്ടോ, ഈ തോക്കിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഇൻഡക്ഷൻ ചൂസ് ചെയ്യാം. കണ്ടോ, നമ്മളിത് ഇങ്ങനെ മഷ്റൂം എടുക്കും. പക്ഷെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് ഈ സാധനം പോയാണ്ടല്ലോ നമുക്ക് കണ്ടോ, ഈ പുള്ളി എടുത്തു. ഇനി ഒരെണ്ണം മാത്രമേ ബാലൻസ് ഉള്ളൂ. ഇത് വേറെ ആൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, ആൾക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആരുടെങ്കിൽ പുറകെ പോകാം, അല്ലെങ്കിൽ വേണ്ട. ഇപ്പം നമ്മൾക്ക് ആദ്യമായിട്ടാണ് കളിക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ കുറേ പേര് നമുക്ക് ടീമായിട്ട് വരിക ആഡ് ചെയ്യില്ല. അന്നേരം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഒരാൾ നോക്കേ, അപ്പോൾ ആളുടെ ഒപ്പം കണ്ടോ ആരും നമ്മുടെ ഒപ്പം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടോ, പുറകിൽ നിന്ന് വന്നാൽ നമ്മൾ വെടിച്ചു കൊണ്ടു. ആ ഒരു ഒറ്റയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു സെറ്റ് ഇൻഡക്ഷൻ എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. കണ്ടോ, നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മുടെ പൈസ ഇല്ലാത്തപ്പോൾ നമ്മുടെ കൂട്ടുകാരെ അങ്ങനെയാണ് സഹായിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ തന്നെ കൂട്ടുകാരുടെ പറയാം, ഗ്രൂവാളാണെങ്കിൽ ഗ്രൂവാൾ തരും. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സഹായിക്കാൻ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. കൂട്ടുകാരില്ലാത്ത ഈ ലോകത്തൊരു ജീവിതവും ഇല്ല. നമുക്ക് താഴെ കിടക്കുന്ന വെപ്പൺസൊക്കെ എങ്ങനെ എടുക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഉണ്ടോ, ഒറ്റയടിക്ക് വെടിക്കാൻ തുടങ്ങിയുണ്ടോ. കാരണം
കണ്ടോ ഗൈസ്, ഇങ്ങനെയല്ലാണ് നമ്മൾ ഇത് ഈ കളി ജയിച്ച്. നമ്മുടെ കൂട്ടുകാരനെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കില്ല് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. എൻ്റെ കില്ല് 6, മറ്റവൻ്റെ കില്ല് ഒരു കത്തിയും പിടിച്ചിരിക്കണുണ്ട്, അവൻ്റെ 14 കില്ല്. ഇതാണ് ടോപ്പ് സ്കോർ. ഇപ്പോൾ ഈ കറുത്ത ഷർട്ട് ഇട്ടവൻ ഒരു കില്ല്, ഡിവിയിലൊക്കെ ഒന്നും കില്ല് ചെയ്തില്ല. ഇതാണ് ആവശ്യമുള്ള കൂട്ടുകാരൻ്റെ ഇത് നമുക്ക് കലാരി നമ്മുടെ ഹയാട്ടോനെ വെച്ച് തന്നെ കളിക്കാം. ഞാൻ ഇപ്പം ലെവലാണ് എത്ര പറയാ. ഞാൻ ഒന്നോടെ ഡിക്ലൈനൊന്ന് കൺഫേം. ക്ലാസിക് സ്ക്വാഡ് ബർമൂഡ കണ്ടോ, ഈ പുള്ളി നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നാണ്. ഇവൻ നമ്മുടെ മറ്റേ ടീമിൽ ഇവനറിഞ്ഞു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കളി തുടങ്ങി കഴിഞ്ഞു. ഇപ്പം നമുക്ക് ആറിനൊപ്പം വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ ഇത് യൂട്യൂബ് ചാനൽ ഇടുന്ന കാരണം സംസാരിക്കാൻ സ്പീക്കർ ഓൺ ചെയ്യാനുള്ളൂ. എൻ്റെ സ്പീക്കർ ഓൺ ചെയ്യും. കാരണവശെന്ന് പറയാം, ഇവർ ചിലവരുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ എന്നെ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ചിലവരൊക്കെ പറയണമെങ്കിൽ ഒന്ന് കേട്ടോക്കാം. ഞാൻ ജസ്റ്റ് സ്പീക്കർ ഓൺ ചെയ്യാം. അയ്യോ, സ്പീക്കർ ഓൺ ചെയ്യാൻ അത് പറ്റുന്നില്ല. ഇതേ കണ്ടോ, ഈ ഹയാട്ടേനും ഉണ്ടോ, ഇങ്ങനത്തെ ഡ്രസ്സും ഇങ്ങനത്തെ മുഖംമൂടിയും ഇങ്ങനത്തെ പാൻറ്റും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായ കാരണം മാത്രമാണ് എന്ത് കിട്ടുന്നത്. നമുക്കൊരു വേറൊരു സീക്രട്ട് വേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആരും കാണാണ്ട് ഈ വഴി കൂടെ പോവാം. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അപ്പുറത്തെ നമ്മുടെ ശത്രുക്കാർ ഒരു ഒരുത്തിനെ ഉണ്ടാവും. കണ്ടോ, ഇപ്പം കണ്ടായിരുന്നോ? അങ്ങനെയാണ് ടീമിനെ മാറ്റുന്നത്. നമ്മൾ ഒറ്റയടിക്ക് 2 റൺസിലും പിടിച്ച് നിൽക്കണം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒന്ന് സ്പീക്കർ ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. സ്പീക്കർ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ ഹലോ, कोयता बोलो भाई. हेलो हेलो हेलो, मेरे मेरे सामने से ये कौन हायाटो घुस रहा है? നമുക്ക് പിസ്റ്റൽ വെച്ചുകൊണ്ടെങ്കിൽ കളിയുള്ളൂ. നമ്മുടെ സ്പീക്കർ അങ്ങനെ ഓണായി. നമ്മളിപ്പോ ഇങ്ങനെ കുടുങ്ങി കിടക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടുന്ന് അയ്യോ അടി കിട്ടി. അവിടെ നോക്കണ്ട, വെളിയിൽ തന്നെയാ. ആരും വിളിച്ചു വന്നോണ്ടില്ല ഇങ്ങനെ. നമ്മുടെ ടീംമേറ്റ്സിൻ്റെ അടുത്തൊന്ന് പോവാം. അവര് ലൂട്ടാന്ന് തോന്നുന്നു സാധനങ്ങൾ.
എന്നെ ഒരു പകരം വിളിച്ചിട്ടില്ല. അങ്ങനെ വേണം നമ്മളും പകരം വിടുത്താം അപ്പുറത്തെ ടീമിന്. ഞാനിപ്പോൾ സ്റ്റെപ്പിൽ കൂടെ ഈ വീടിൻ്റെ പോവുകയാണ്. സ്പീഡ് കൂടാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു. സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചാടുന്നത്. കണ്ടോ കണ്ടോ ഇങ്ങനെ സ്കോപ്പ് ചെയ്യും. ഇതോടെ തന്നെ അയ്യോ നമ്മൾ ഇങ്ങനെ കുഞ്ഞിക്കണം. നമുക്ക് വല്ല ആവശ്യക്കാര്യത്തിനും വല്ലതും അമ്മ കളിക്കുകയാണെങ്കിലോ അതിനൊക്കെ നമുക്ക് കുഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പം നേരം ആണെങ്കിലേ ഉണ്ടോ ഇപ്പം ആദ്യം എന്നെ വിടുവിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവൻ്റെ ഒപ്പം വേണമെങ്കിൽ എത്താട്ടോ. ഞാൻ മറ്റേ സമയത്ത് തോക്ക് എടുക്കാനൊക്കെ മറന്നു പോയായിരുന്നു. അപ്പം നമുക്ക് P90 ചൂസ് ചെയ്യണം. P90 ചൂസ് ചെയ്തു, ഇൻഡക്ഷൻ ചൂസ് ചെയ്തു, പിന്നെ ബോംബ്, ഗ്രൂവാള്, സ്മോക്ക് ബോംബ്, മഷ്റൂം, പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ തോക്കും ഇൻഡക്ഷനും അല്ല കേട്ടോ. തോക്കും ഇൻഡക്ഷനും പോയാണ്ടല്ലോ ഭയങ്കര വലിയ പണിയാണ്. ജീവിതത്തിലും പോലെ നമ്മൾ ആ തോക്ക് പിന്നെ കിട്ടില്ല, അത് ഉറപ്പാണ്. നമുക്ക് ഈ ടയറിൽ വേണമെങ്കിൽ ചാടി എത്രയും പൊക്കത്തിൽ വേണമെങ്കിൽ എത്താം. കണ്ടോ, ഞാൻ ഇപ്പം ചാടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടയറിൻ്റെ ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ ടയറിൻ്റെ ലാൻഡിൽ കൂടുതൽ പേര് വാർക്കമ്മേളിലാണ് ഇരിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ അവർ സ്കോപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഭയങ്കര എളുപ്പമുണ്ടാവും. കണ്ടോ ഒരാൾ വാർക്കമ്മേളിൽ ഇരിക്കണുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഒരാൾ വാർക്കമ്മേളിൽ ഇരിക്കണം കേട്ടോ. ആൾ പോയിന്ന് തോന്നുന്നു. നമ്മൾ ഈ നോക്കിൻ്റെ ആ ചിഹ്നം കണ്ടോ, ആ ചിഹ്നത്തിൻ്റെ അടുത്ത് തന്നെ പോകണം. അല്ലെങ്കിൽ അന്നേരം നമുക്ക് ഇത് എവിടെയാണെന്ന് അറിയാൻ പറ്റും. കണ്ടോ, അവിടെ എനിമി ഉണ്ട് അതിൻ്റെ അർത്ഥം കേട്ടോ.
medically. Alright. Okay. Raja. Okay. Chào mày chào. Lần này. Nó बहुत बढ़िया है. मत मत. കണ്ടോ ബൂയി അടിച്ചെന്നോ ആ പിന്നെ സൗണ്ട് അകത്ത് കയറി ഈ സൗണ്ട് അകത്ത് കയറിയാൽ നമ്മുടെ ലൈഫ് കുറയും ഇപ്പം നമ്മളെ ബൂയി അടിച്ച കാരണമാണ് നമ്മുടെ ലൈഫൊന്നും കുറയാത്ത കേട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ ലൈഫ് കുറയും എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് അവസാനിക്കാം ഇനി അടുത്ത ചാനലിലോട്ട് വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കമൻറ്റ് അയക്കണം